ഇറാനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് മണ്ടത്തരമെന്ന് ഇസ്രായേലിനോട് വീണ്ടും ഡൊണാൾഡ് ട്രംപ്. ഇറാന് നേരെയുള്ള ആക്രമണത്തോടു കൂടി മാത്രമേ മേഖലയിൽ സമാധാനം ഉണ്ടാവൂ എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ അഭിപ്രായത്തിന് മറുപടി പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനപ്പുറമാണ് ഇറാൻ്റെ ശക്തി. അതുകൊണ്ട് ഒറ്റ തിരിഞ്ഞ്, അതായത് ഇസ്രായേൽ നേരിട്ടുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്ന് ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രത്യാക്രമണങ്ങൾ താങ്ങാൻ പോലും ഇസ്രായേലിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ പരാമർശം. അല്ലെങ്കിൽ ട്രംപ് ഈ അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെ: കണക്കുകൂട്ടുകൾ പിഴക്കും, തിരിച്ചടി ഏതറ്റം വരെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇറാന് 2 പ്രാവശ്യം ഇസ്രായേലിനെ തിരിച്ചടിച്ചതിന് വല്ലാതൊന്നും ഇസ്രായേലിൻ്റെ തിരിച്ചടികൾ ഇറാന് ഏശിയിട്ടില്ല. അവർക്ക് അത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ശക്തിയും ധൈര്യവും ആയുധ കൂമ്പാരവും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. റഷ്യ, ചൈന, കൊറിയ എന്നീ രാജ്യങ്ങൾ ഇറാൻ്റെ പിറകിലുണ്ട് എന്ന് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേലിന് സൈനികപരമായ രീതിയിൽ പിന്തുണ നൽകാൻ ആരുമില്ലാത്തൊരു സാഹചര്യം വരും. ഒരു പരിധിവരെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് വന്ന് നിർത്തേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി മാത്രമേ ഇത് ഉപകരിക്കൂ എന്ന തരത്തിലാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മറുപടിയായി വന്നിരിക്കുന്നത് എന്ന തരത്തിലാണ്. 2-ലധികം തവണ ഇറാനുമായിട്ട് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമാരെ കണ്ടിട്ടുണ്ട്. 2 പ്രാവശ്യം ഡൊണാൾഡ് ട്രംപിനെയും അതിനു മുൻപ് ബൈഡൻ 2 പ്രാവശ്യം ഇതേ ഒരു കാര്യത്തിന് വേണ്ടി സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങൾ ആക്രമിക്കൂ എന്നല്ല, അമേരിക്കയാണ് ആക്രമിക്കേണ്ടത്. അതായത് ഇറാൻ ആക്രമിക്കേണ്ടത് അമേരിക്കയാണ്, ഞങ്ങൾ അതിന് പിന്തുണയും സഹായങ്ങളും നൽകും. അങ്ങനെ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതായെങ്കിൽ മാത്രമേ സ്വസ്ഥമായ രീതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതും, തങ്ങളുടെ രാജ്യത്തേക്ക് നിരന്തരം അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിക്കാതെ വരുന്നത് സൈനികപരമായിരിക്കുന്ന ബലക്ഷ്യം കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലുള്ള മറുപടിയുമാണ് കൊടുത്തത്. ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ, ട്രംപ് ആദ്യം അധികാരത്തിൽ വന്നിരുന്ന സമയത്ത് അവരുടെ സൈനിക ബലത്തെ ക്ഷയിപ്പിക്കാൻ വേണ്ടി അവരുടെ ആണവ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് സൈനിക കമാൻഡറെ ഈ മിസൈൽ പായിച്ചുകൊണ്ട് ഇറാഖിലെ ബാഗ്ദാദ് എയർപോർട്ടിനോട് ചേർന്ന് വെച്ച് കൊലപ്പെടുത്തി. അന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം, ഏറ്റവും ഉന്നതനായിരിക്കുന്ന സൈനിക മേധാവിയെ കൊലപ്പെടുത്തുന്നതോടുകൂടി അവരുടെ സൈനിക നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. മാത്രവുമല്ല, അദ്ദേഹമാണെങ്കിൽ, മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ, അദ്ദേഹം ഭാവിയിൽ വരാൻ പോകുന്ന ഇറാൻ്റെ പ്രസിഡന്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായിരിക്കുന്ന ആയുധ രഹസ്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം എന്നതുകൊണ്ട് അത് മറ്റുള്ള എല്ലാവർക്കും അറിയാനുള്ള സാധ്യതയില്ല. അങ്ങനെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തുന്നതോടുകൂടി ഇറാൻ്റെ ഞെട്ടലൊടിക്കാൻ വേണ്ടി സാധിക്കും എന്ന് ട്രംപ് കണക്ക് കൂട്ടി. അതിന് അദ്ദേഹം അന്ന് പറഞ്ഞിരിക്കുന്ന ഉദാഹരണം, സദ്ദാം ഹുസൈനെ തങ്ങൾ തടവറയിലാക്കിയതോടുകൂടി, അല്ലെങ്കിൽ സദ്ദാം ഹുസൈനെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇറാഖിനെ കീഴ്പ്പെടുത്താൻ അമേരിക്കക്ക് സാധിച്ചത്. അതിനാദ്യം തന്നെ അവർ വെടിപൊട്ടിച്ച കാര്യം ഇങ്ങനെയാണ്: സദ്ദാം ഹുസൈനും 2 മക്കളും 48 മണിക്കൂറിനിടയിൽ രാജ്യം വിട്ടു പോകണമെന്ന്. അങ്ങനെ ഒരു പ്രസ്താവന പുറത്തിറക്കിയതിൻ്റെ കാര്യം, സദ്ദാം ഹുസൈന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധം ഒരു മതിൽ കെട്ടുകയാണ് ചെയ്തത്. അപ്പോൾ സദ്ദാമിന് എതിർപ്പുള്ള ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കുർദു വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വലിയ നിരീക്ഷണം നടത്തി കൊട്ടാരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അദ്ദേഹം വൈകുന്നേര സമയങ്ങളിൽ തമ്പടിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ നിരീക്ഷണം നടത്തുകയും ഏതെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ അമേരിക്കയുടെ സൈനിക കമാൻഡർമാരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യം അവർ ഏറ്റെടുത്തു. അപ്പോൾ സദ്ദാം ഹുസൈനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുറത്തിറങ്ങാതിരിക്കുന്ന സമയത്ത് സൈനികർക്ക് ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തൊരു സാഹചര്യം വരും. അപ്പോൾ യുദ്ധമുഖത്ത് സൈനികർ ഒറ്റപ്പെടുമ്പോൾ നേതൃത്വം നൽകാൻ കമാൻഡർമാരില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യം പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഈ ഖാസിം സുലൈമാനി എന്ന ഇറാൻ്റെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയതിലൂടെ ഉദ്ദേശിച്ചത്.
പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ചെതറിക്കിടക്കുന്ന സൈനിക വിഭാഗത്തിലെ ഒരു കമാൻഡർ മാത്രമായിരുന്നു എന്നുള്ളതും, ഇദ്ദേഹത്തോടനുബന്ധിച്ച് ഇദ്ദേഹത്തെ പോലെ തന്നെ റാങ്കിലുള്ള ഒരുപാട് കമാൻഡർമാരുണ്ട്. എല്ലാ കമാൻഡർമാരെയും എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും പരസ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഇറാൻ നിർത്തിവെച്ചതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയാൻ സാധിക്കാതെ പോയി. അതുകൊണ്ട് ഈ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയത് കൊണ്ട് വലിയ രീതിയിലുള്ള തിരിച്ചടി അമേരിക്ക നേരിടേണ്ടി വരികയും ചെയ്തു. അതിനുശേഷം അമേരിക്കയും ഇറാനും അകന്നതുകൊണ്ട് പ്രതിരോധ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇറാന് സാധിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഏതൊരു നിലപാടും ഇറാനെതിരെ എടുക്കുന്ന സമയത്ത് അത് അമേരിക്കക്ക് ഇറാന് വലിയ ഗുണപരമായിട്ടാണ് അത് ഭവിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ കാര്യമാണ് ഇസ്രായേലിനോട് പറഞ്ഞു. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമാണ്. അവിടെ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കണക്കാണ്. ആ രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് തന്നെ ചില ഘട്ടങ്ങളിലൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് സുരക്ഷിതത്വം സംരക്ഷണം നൽകുക എന്നുള്ളതും അവർക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതും അമേരിക്കയുടെ എല്ലാ കാലത്തെയും കടമയായിട്ട് നിലനിൽക്കുന്നു. അതിനപ്പുറം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ്. ഈ മുസ്ലിം രാജ്യങ്ങളെ ഭയപ്പെടുത്തി നിർത്താൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കും എന്ന കണക്ക് കൂട്ടലാണ് അകമഴിഞ്ഞുകൊണ്ടുള്ള അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് നൽകാനുള്ള കാരണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് നേർക്കുനേരെ യുദ്ധം ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇറാനോ അതല്ലെങ്കിൽ യമനോ ലെബനാനോ ഒക്കെ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അമേരിക്കയായിരിക്കും പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതും അത് തങ്ങളുടെ രാജ്യത്ത് സാരമായിട്ട് ബാധിക്കും എന്നൊരൊറ്റ കാരണത്താലാണ് ഇസ്രായേൽ ഇപ്പോഴും രാജ്യമായിട്ട് നിലനിൽക്കുന്നത്. ഇത് ആർക്കറിയാം? മറ്റുള്ള രാജ്യങ്ങൾക്ക് അറിയുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഇസ്രായേലിനെ എല്ലാ രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആരോട് പറഞ്ഞിട്ടുണ്ട്? ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് മതിലുകൾ തകരുകയും മുസ്ലിം രാജ്യങ്ങൾ ഏകോപിപ്പിക്കുകയും ശക്തമായിരിക്കുന്ന ആക്രമണം നിങ്ങൾക്ക് നേരെ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അമേരിക്ക ഇതിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ മേഖലയിൽ നിന്ന് ഏറെക്കുറെ അമേരിക്കയും ഇസ്രായേലും അപ്രത്യക്ഷമാകേണ്ടി വരും എന്ന ഒരു നിർദ്ദേശം, അത് ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെ തരത്തിൽ ഇറാനെ പരാജയപ്പെടുത്താം എന്നതിനെക്കുറിച്ചൊക്കെ അമേരിക്ക ഇപ്പോൾ പഠിച്ചു വരികയാണ്. ഇസ്രായേൽ പല ഘട്ടങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മൾ മറ്റ് രാജ്യത്തെ ആക്രമിക്കുന്ന തരത്തിൽ, അതായത് ഫലസ്തീനെയോ ലെബനാനെയോ ആക്രമിക്കുന്ന രീതിയല്ല ഇറാനുമായിട്ടുള്ള ആക്രമണം. അവർക്ക് നൂതനപരമായിരിക്കുന്ന സൈനിക സംവിധാനങ്ങളും സൈനിക താവളങ്ങളും ഭൂമിക്കടിയിലും കടലിനടിയിലുമുണ്ട്. കണ്ടെത്താൻ പറ്റാത്ത വിധമാണ് അവരുടെ സംവിധാനങ്ങൾ. അതിന് അവർ മറ്റൊരു ഭാഗം കൂടി പറയുന്നത്, നമ്മൾ കാണുകയും മനസ്സിലാക്കുന്നതിനെയും അപ്പുറമുള്ള ഭൂമിയുടെ ഘടന അവർക്ക് വലിയ രീതിയിൽ ശക്തി പകരുന്നു. അതിന് ഉദാഹരണം പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ കുറിച്ചാണ്. അമേരിക്ക കീഴ്പ്പെടുത്തി ഭരണം നടത്തി ഹമീദ് കർസായിയുടെ ഭരണം കൊണ്ടുവന്നു, താലിബാനെ തുടച്ചു നീക്കി, അവരങ്ങനെ ഇല്ലാതായി എന്ന് ലോകത്തോട് പറയുകയും താലിബാനും അൽഖ്വയ്ദയൊക്കെ ഭീകര രാജ്യമാണെന്ന് ഔദ്യോഗികപരമായിട്ട് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തു. വല്ലാതൊന്നും വർഷം കഴിയുന്നതിന് മുൻപ് മലമുകളിൽ നിന്ന് മഴ പെയ്യുന്ന പോലെ അവർ പെയ്തിറങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ സൈനിക പിന്തുണയോടുകൂടി ഭരിക്കപ്പെടുന്ന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവർ ആധിപത്യം പിടിച്ചെടുക്കുകയും അവിടെ നിലവിലുണ്ടായിരുന്ന അമേരിക്കയുടെ സൈനികർക്ക് അവരുടെ ജീവനോടെ രക്ഷപ്പെടാൻ വേണ്ടി ഈ പറയപ്പെട്ട താലിബാന്റെ സഹായം തേടേണ്ട സാഹചര്യം അമേരിക്കക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് മലയിടുക്കുകളോ ഭൂമിഘടന കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു പർവ്വതത്തിൻ്റെ മേലെ തായ്വാരത്ത് മറ്റൊരു പർവ്വതം, അതിൻ്റെ അപ്പുറം മറ്റൊരു പർവ്വതം, ഈ പർവ്വതത്തിൻ്റെ ഇടുക്കിലൂടെയൊക്കെ ഗുഹകളുണ്ടാക്കി അതിൽ ഒളിച്ചു നിൽക്കാൻ മാത്രം പ്രാപ്തിയുള്ളവരാണ് താലിബാന്റെ വിഭാഗമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. ഇതേ സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ഇറാൻ വലിയ രീതിയിലുള്ള മലയിടുക്കുകളും പർവ്വതങ്ങളും തായ്വാരങ്ങളും ഉണ്ട്. എല്ലാ പ്രദേശത്തിലും ആളുകൾ താമസിക്കാത്ത ഇടങ്ങളും നന്നായിട്ട് താമസിക്കുന്ന ഇടങ്ങളും പല രീതിയിലും പല കോലത്തിലുമാണ്.
പച്ചവെള്ളം പോലും കിട്ടാത്ത മരുഭൂപ്രദേശത്ത് പോലും ജീവിക്കാൻ ഈ സിദ്ധി ഉള്ള വിഭാഗമായിട്ട് ഇറാനികളെ നമ്മൾക്ക് കാണേണ്ടി വരും. അപ്പോൾ അവർ എവിടെ നിന്നാണ് മുളച്ചു പൊന്തുന്നത് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ ഇപ്പോൾ ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും സൈനിക വിഭാഗവും സൈനിക വിന്യാസവും ഏതെല്ലാം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ആക്രമിക്കും എന്ന് നിങ്ങൾക്കോ നമ്മളെ ആക്രമിക്കുമെന്ന് നമ്മൾക്കോ മനസ്സിലാകാൻ പറ്റാത്തത് കൊണ്ട് ഇറാനെ ആക്രമിക്കുന്നത് മണ്ടത്തരമാണ് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കുന്ന വിവരവും ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്.